വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ലീനിയർ സെർച്ച് എന്നുള്ളത്. ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് എലമെൻസിനെ 1 by 1 ആയിട്ട് സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് വിളിക്കുന്നത്. അതായത് ചെക്ക് 1 by 1 ആൻഡ് ഫൈൻഡ് ദാറ്റ് എലമെൻറ്റ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ലീനിയർ സെർച്ചിന് ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു അറയിൽ 2, 4, 6, 6, 8 ഇത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് സെർച്ച് കീ എന്ന് പറയുന്നത്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ലീനിയർ സെർച്ചിൽ സെർച്ച് ചെയ്യണത്? ആദ്യത്തെ കീ നോക്കും 2, അത് നമ്മുടെ കീ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഇത് 2ഉം ഇത് 6ഉം ആണ്. അപ്പോൾ നെക്സ്റ്റ് എലമെൻറ്റ് നോക്കും, അത് 4 ആണ്, അത് നമ്മുടെ കീ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പോവും. അപ്പോൾ കീ ആയിട്ട് മാച്ച് ചെയ്യുന്ന എലമെൻറ്റ് 6 നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ലീനിയർ സെർച്ച് പെർഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ബൈനറി സെർച്ച് എന്താണെന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ സിംപ്ലി ഡിവൈഡ് ആൻഡ് സെർച്ച് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോർട്ടഡ് അറേയിലാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുകയും സെർച്ച് ചെയ്യുകയും ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു അറയിൽ 1, 2, 3, 4, 5 ഇത്രയും എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതിൽ ബൈനറി സെർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ 1 തുടങ്ങുന്നതാണ് ലോ, ഏറ്റവും ലോ ആയിട്ടുള്ള നമ്പർ. നമ്മൾ പറഞ്ഞല്ലോ സോർട്ടഡ് ആണെന്ന്. ഈ 5 ആണ് ഹൈ ആയിട്ടുള്ളത്, ഇതിൻ്റെ മിഡിലാണ് 3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഡിവൈഡ് ആൻഡ് സെർച്ച് എന്നല്ലേ, ഇതിപ്പോൾ ലെഫ്റ്റ് പോർഷൻ, ഇതിപ്പോൾ റൈറ്റ് പോർഷൻ. ഇതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് നമുക്ക് 5 ആയിട്ട് വെക്കാം. സെർച്ച് ചെയ്യേണ്ടത് 5നെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് പോർഷനിൽ 5 ഇല്ല, എന്നുവെച്ചാൽ 5നേക്കാളും ലെസ്സറാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ പോർഷൻ എലിമിനേറ്റ് ആയി പോയി. പിന്നെ ആരാണുള്ളത്? ഈ 4, 5, 6 എന്നുള്ളവരാണ് വരുന്നത്. അതായത് 3, 4, 5, 6 മറ്റേ പോർഷൻ എലിമിനേറ്റ് ആയി പോയി. ഇനി ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇതാണിപ്പോൾ ലോ, ഇതാണിപ്പോൾ ഹൈ. ഇനി നോക്കാനാണെങ്കിൽ 3 എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇതല്ല നമ്പർ. ഇനി അടുത്തതിലോട്ട് പോവാം. 4 എന്ന് പറയുന്നതും ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇതും അല്ല നമ്പർ. അപ്പോൾ അടുത്തതാരാണ്? 5 നമുക്ക് കിട്ടി. അപ്പോൾ 5 ആണ് എന്ത്, നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന എലമെൻറ്റ്. ഇങ്ങനെയാണ് ബൈനറി സെർച്ച് പെർഫോം ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലിങ്ക് ലിസ്റ്റ് എന്നുള്ളത്. അതായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോഡ് എന്താണെന്നുള്ളത്. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പറയാം. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് കണക്റ്റഡ് ബൈ പോയിൻറ്റേഴ്സ്. അതൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ റിയൽ ലൈഫിൽ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ആ ട്രെയിനിൽ ഓരോ കോച്ചും അടുത്ത കോച്ചായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അതേപോലെ തന്നെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ നോഡും അടുത്ത നോഡായിട്ട് ഒരു പോയിൻ്റർ വഴി കണക്ട് ചെയ്യുന്നതിനെയാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോഡ് എന്ന് പറയുന്നത് ഡേറ്റ പ്ലസ് ലിങ്ക്. അതായത് ഒരു നോഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡേറ്റ ഉണ്ടാവും, നെക്സ്റ്റ് നോഡിനെ കണക്ട് ചെയ്യുന്ന ലിങ്ക് അതായത് പോയിൻ്റർ ഉണ്ടാവും. ഇപ്പോൾ ആദ്യം ഞാൻ വരച്ചത് എന്താണ്? എ എന്ന് പറയുന്ന ഡേറ്റ ഞാൻ അടുത്ത നോഡായിട്ടുള്ള ബി എന്ന് പറയുന്ന ഡേറ്റയിലോട്ട് കണക്ട് ചെയ്തു. ഇങ്ങനെ സി വരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സി നള്ളിലോട്ട് വന്നിക്കുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് നോഡിനെ നമുക്ക് ഹെഡ് എന്ന് വിളിക്കാം, ലാസ്റ്റ് നോഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെയിൽ എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇതാണ് സിംപ്ലി ഒരു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട്സ് കണക്റ്റഡ് ബൈ പോയിൻറ്റേഴ്സ്. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ പ്ലസ് ലിങ്ക്. ഇനി ഈ ലിങ്ക് ലിസ്റ്റ് പല ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നതാണ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. അതാണ് ഞാൻ ഈ എക്സാമ്പിൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഡബ്ലി ലിങ്ക് ലിസ്റ്റ്, വേറൊന്നെന്ന് പറയുന്നത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഇതൊക്കെ എന്താണെന്ന് നമുക്കിനി നോക്കാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളത്. അത് നമ്മളിപ്പോൾ കണ്ടല്ലോ എക്സാമ്പിൾ. സിംഗ്ലി ലിങ്ക് ലിസ്റ്റിന് അവിടെ ഒരു പോയിൻ്റർ മാത്രമാണ് ഒരു നോഡിൽ നിന്നും മറ്റേ നോഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. അതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ഫസ്റ്റ് നോഡ് വരയ്ക്കുന്നുണ്ട് എ, അവിടെ നിന്നും നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിൻ്റർ തിരിച്ച്
സെക്കൻഡ് നോഡിൽ നിന്നും പ്രീവിയസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ തിരിച്ചു വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാൻ. നോഡ് സി എന്ന് പറയുന്നത് ഇതിന് തിരിച്ച് പ്രീവിയസ് എന്ന് പറയുന്ന പോയിൻ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെക്സ്റ്റ് ഉണ്ട്. ഇനി ഇതാണ് നമ്മൾ നള്ളിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലും നമ്മൾ നള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെന്താണുള്ളത്? 2 പോയിൻറ്റേഴ്സാണ് ഇതിൽ വരുന്നത്. അതായത് ഫസ്റ്റ് നോഡിന് സെക്കൻഡ് നോഡിനെ ആക്സസ് ചെയ്യാം, സെക്കൻഡ് നോഡിന് തിരിച്ച് ഫസ്റ്റ് നോഡിനെ ആക്സസ് ചെയ്യാം. ഇതാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സെയിം, ഫസ്റ്റ് ഉള്ള നോഡാണ് ഹെഡ്. ലാസ്റ്റ് വരുന്ന ആളാണ് എന്ത് പറയുന്നത്? ടെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളത്. അത് നമുക്കൊരു എക്സാമ്പിൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ നോഡ് സെക്കൻഡ് നോഡിലോട്ട് കണക്ട് ചെയ്തു, അടുത്ത നോഡ് തേർഡ് നോഡിലോട്ട് കണക്ട് ചെയ്തു. ഇത് ഞാൻ നേരെ കൊണ്ടുപോയി ഫസ്റ്റ് നോഡിലോട്ട് കണക്ട് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻസേർഷൻ ഇൻ ലിങ്ക് ലിസ്റ്റ്. ഇൻസേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയിൻറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ നോഡിനെ ലിങ്ക് ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്ന ഡേറ്റയുള്ള ഒരു നോഡ് സെക്കൻഡ് നോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബി അടുത്തത് സിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നള്ളാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇ എന്ന് പറയുന്ന ഡേറ്റയുള്ള ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എൻ്റെയും ബിൻ്റെയും, അതായത് ഫസ്റ്റിൻ്റെയും സെക്കൻഡ് നോഡിൻ്റെയും നടുക്ക് വേണം നമുക്ക് ഈ പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പോയിൻ്റർ അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങോട്ട്. ഈ പോയിൻ്റർ മാറും. ഈ പോയിൻ്റർ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഇൻസേർഷൻ നടത്തുന്നത് ലിങ്ക് ലിസ്റ്റിൽ. അടുത്ത നമ്മൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഡിലീഷൻ ഇൻ ലിങ്ക് ലിസ്റ്റ്. ഇതെങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. നമ്മുടെ ഫസ്റ്റ് നോഡിൽ 11 ആണ് ഡേറ്റ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് നോഡിൽ 12 ഡേറ്റയിലുള്ള സെക്കൻഡ് നോഡ്, പിന്നെ തേർഡ് നോഡും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫൈനൽ നോഡ്. ഇതെങ്ങനെയാണ് ഡിലീഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ളത് നോഡ് 2 ആണ്. സെക്കൻഡ് നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതായത് 12 ഡേറ്റ വരുന്ന നോഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഈ നോഡിനെ അങ്ങ് റിമൂവ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് നോഡിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ നമുക്ക് ഡിലീഷൻ ഇൻ ലിങ്ക് ലിസ്റ്റ് നടന്നു. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നോഡിനെ റിമൂവ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലെ ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ.